മറ്റൊരു വാർത്ത വരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. രാവിലെ സർവീസ് നടത്തുന്നതിന് വേണ്ടി എത്തിയ ജീവനക്കാരെ KSRTC ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. 22ഓളം വരുന്ന കണ്ടക്ടർമാരും 26 ഡ്രൈവർമാരും ഡിപ്പോയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നും അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? പതിവിൽ നിന്ന് വ്യത്യസ്തമായി സർവീസ് നടത്തുന്ന ഒരു ഡിപ്പോയാണ് ഉള്ളത്. ഇപ്പോൾ ഏതൊരു സമരം വന്നാലും അവിടെ സംയുക്ത തൊഴിലാളികൾ, അവിടെയുള്ള രാഷ്ട്രീയം മറന്ന് തൊഴിലാളികൾ എന്നുള്ള ഒറ്റക്കെട്ടിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു ഡിപ്പോയാണ് ഈ പറയുന്ന നെയ്യാറ്റിൻകര ഡിപ്പോ. ഇന്നും പതിവ് തെറ്റിക്കാതെ രാവിലെ അവർ സർവീസിന് വേണ്ടി എത്തിയിരുന്നു. രാവിലെ തന്നെ 22-ലധികം കണ്ടക്ടർമാരും 26-ഓളം ഡ്രൈവർമാരും ഇവിടെ സർവീസിനെത്തി. രാവിലെ തന്നെ ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചു. എന്നാൽ ഈ സമയത്തായിരുന്നു ഒരു വിഭാഗം സമരാനുകൂലികൾ എത്തി വാഹനം തടയുകയായിരുന്നു. അവിടെ തുടർന്ന് തൊഴിലാളികളുമായി തന്നെ ഈ പറയുന്ന യൂണിയനിലുള്ള തൊഴിലാളികൾ പോലും എത്തിയ സമരാനുകൂലികളുടെ യൂണിയനിലുള്ളവർ പോലും പരസ്പരം ഈ പറയുന്ന വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ സർവീസ് അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവർ കവാടം ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. തുടർന്ന് അവിടെ സർവീസ് നിർത്തിവെച്ചു. രാവിലെ എന്നിരുന്നാലും 3 സർവീസുകൾ നടത്തി. ദീർഘദൂര സർവീസുകളും ഇവർ നടത്തിയെന്ന് അവകാശപ്പെടുന്നു. എന്തായാലും മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് ഒരു വരുന്നേ ഉള്ളൂ. കാരണം ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. എന്നാൽ KSRTC ബസ്സുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണാനില്ല. തമിഴ്നാട് ബസ്സുകൾ വരുന്നത് ഈ പ്രത്യേകിച്ച് പനച്ചമൂട് തുടങ്ങിയ അതിർത്തി മേഖലയിലേക്ക് എത്താനുള്ള പുയൂർശാല, ദേവികോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വരെ, അതായത് തമിഴ്നാടിന്റെ ഭാഗത്തെത്തി സർവീസ് നടത്തി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് ആശ്രയിക്കുന്നവർ അവരുടെ സ്വകാര്യ വാഹനങ്ങളിലോ മറ്റു വാഹനങ്ങളിലോ ഈ സ്ഥലത്തെത്തി വേണം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകളിലായിരിക്കും ഈ പറയുന്ന പ്രതിഷേധവുമായി അല്ലെങ്കിൽ സമരാനുകൾ കുറച്ചുകൂടി നിരത്തിലിറങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം കടകമ്പോളങ്ങളുടെയൊക്കെ സാഹചര്യം. ഇപ്പോൾ ചെറു കടകളുണ്ട്, ചെറു വാഹനങ്ങളുണ്ട് എന്ന് മാത്രം പങ്കുവയ്ക്കാം. ശരി, നെയ്യാറ്റിൻകരയിൽ നിന്നും അരുൺ മോഹനാണ് കൂടുതൽ ഏകദേശം എല്ലായിടത്തും പൂർണ്ണമാണ്, പ്രധാനപ്പെട്ട എല്ലായിടത്തും പൂർണ്ണമാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകരയിലാണ് KSRTC ജീവനക്കാരെ സമരക്കാർ തടയുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയിപ്പോൾ 10:11 മണിയോടുകൂടി പ്രതിഷേധ പ്രകടനങ്ങൾ കൂടി നടക്കുന്ന ഒരു അതിനുശേഷം ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളൊക്കെ അതുപോലെ തന്നെ നിരത്തിൽ ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പണിമുടക്ക് ഏകദേശം എല്ലായിടത്തും പൂർണ്ണമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.